നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ കോടതികളിലും ഹൈക്കോടതിയിലും ഒക്കെ ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി ഒരു പുതിയ വിധി കൂടി പുറത്തു വരുന്നു. രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാനുസൃതമായി മാത്രമേ താനെല്ലാം ചെയ്തിട്ടുള്ളെന്നും അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്നും അയാളുടെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് അയാളത് പറയുന്നുണ്ട്. വിവാഹിതയായ ഒരു അഭിഭാഷക ഒരാളുമായി നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവസാനം അവർ തങ്ങളിൽ എന്തോ സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പുറത്ത് രണ്ടുപേരും തങ്ങളിലുള്ള ബന്ധം വഷളാകുന്നു. ആ യുവാവ് ഇവരെ വിളിക്കാതാകുന്നു, കാണാതാകുന്നു. ഇവർ പല പ്രാവശ്യവും അയാളെ പല രീതിയിൽ സമീപിക്കുന്നു. ആ സമയത്തൊക്കെ അയാൾ ഒഴിഞ്ഞു മാറുന്നു. പിന്നെ എളുപ്പമാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ, അഭിഭാഷകയാണ്, കുറച്ച് നിയമങ്ങളൊക്കെ അറിയാം, നേരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിയിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞത്. ആദ്യം ഒരാളിനെ ജീവിതത്തിൽ ഒരിക്കലേ ബലാത്സംഗം ചെയ്യാൻ പറ്റൂ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ FIR ഘോഷ് ചെയ്യാൻ വേണ്ടി പ്രതിഭാഗത്ത് നിന്ന ആൾ നേരെ സുപ്രീം കോടതിയിലെത്തുന്നു. സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി വി നാഗരത്നയുടെ ഉജ്ജൽ എന്ന് പറയുന്ന 2 ജഡ്ജിമാരുടെ ബെഞ്ചിൽ ഈ കേസ് കേൾക്കുന്നു. അവർ പ്രധാനമായി നോക്കിയത് 1955 ഹിന്ദു മാരേജ് ആക്ട് വകുപ്പ് 5 അനുസരിച്ച്, 1-ാം ഉപവകുപ്പ് അനുസരിച്ച് വിവാഹിതയായ ഒരു സ്ത്രീയെ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെ പീഡിപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ കേസ് കോഷ് ചെയ്യപ്പെട്ടു, FIR കോഷ് ചെയ്യപ്പെട്ടു. സമാനമായ രീതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ FIRകളും കോഷ് ചെയ്യപ്പെടാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഹൈക്കോടതിയിൽ പോകുന്ന FIR കോഷ് ചെയ്യുമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിരുന്നു. ഈ കേസിലെ ഒന്നാം പരാതിക്കാരി, രാഹുൽ മാങ്കൂട്ടത്തിലെ 1-ാം പരാതിക്കാരി അതിജീവിത എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഇവരൊക്കെ, ആ പരാതിക്കാരി വിവാഹിതയാണ് എന്നുള്ള കാര്യം പുറത്തു പറഞ്ഞതിൻ്റെ പേരിലാണ് 2 പേർക്കെതിരെ കേസ് വന്നത്. ഒന്ന് സന്ദീപ് വാര്യർക്കെതിരെയും മറ്റൊന്ന് രാഹുൽ ഈശ്വറിനെതിരെയും. സന്ദീപ് വാര്യർ വിവാഹിതയാണെന്ന് പറഞ്ഞല്ല, ഇവരുടെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്ത സമയത്തെ അവരുടെ ഫോട്ടോ 2024 ഇതിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് അയാൾക്ക് പറ്റിയ പണി. മറ്റേയാൾ പറഞ്ഞു പരോക്ഷമായിട്ട് ഇതൊരു വിവാഹിതയാണ്, ഇവരെങ്ങനെ അതിജീവിതയാകുന്നത്, വിവാഹ വാഗ്ദാനം എങ്ങനെ ഇതിനകത്ത് നിലനിൽക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ തൻ്റെ സ്വന്തം ശൈലിയിൽ ശകലം ഒക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു വിട്ടു. ആ വീഡിയോയുടെ പുറത്ത് 16 ദിവസം തൻ്റേതല്ലാത്ത ഗർഭത്തിന് അകത്ത് കിടന്ന മഹാനായ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ 1-ാം പരാതിക്കാരി വിവാഹിതയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. മാത്രമല്ല, പരാതിയിൽ പറയുന്നുകൊണ്ട് വിവാഹിതയായ തൻ്റെ ഭർത്താവും താനുമായുള്ള കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോകുവാൻ തനിക്ക് ഉള്ള അറിവ് കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇതെല്ലാം തന്നെ അറിയാനും പരിഹരിക്കാനും ചെയ്യേണ്ട ആൾ ആ കൺസേൺഡ് MLA ആണെന്നുള്ള ബോധ്യത്തിന് പുറത്ത് അയാളെ കാണുകയും അതുവഴി അയാൾ തന്നെ സ്വാധീനിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് 1-ാമത്തെ പരാതി. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? കാരണം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി പൊതുസമൂഹത്തിൽ 24 ആക്റ്റീവായി നിൽക്കുന്ന ആളാണ് 1-ാം പരാതിക്കാരി. ഇനി 3-ാം പരാതിക്കാരിലേക്ക് വരുമ്പോഴോ, അവരും വിവാഹിതയാണ്, ഭർത്താവുമായി അവർക്ക് ശകലം മാനസികമായ ഒക്കെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് രാഹുലിനോട് പറയുകയും അങ്ങനെ രാഹുലിനെ ഇംപ്രസ് ചെയ്തു. അത് MLA ആകുന്നതിന് മുമ്പ് 2024. അത് മാത്രമല്ല, വിവാഹിതയായിരുന്ന അവർ ഭർത്താവിന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനും സൗന്ദര്യ വസ്തുക്കളും ഇടയ്ക്കിടയ്ക്ക് ചില ടിപ്പുകളും ഒക്കെ ഇട്ട് കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 3-ാമത്തെ പരാതിക്കാരി വിവാഹിതയാണ്. 3-ാമത്തെ പരാതിക്കാരുടെ മതം മാത്രമേ നമുക്കിപ്പോൾ അറിയാതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ 1-ഉം 3-ഉം, ഇനി 2-ാം പരാതിക്കാരിയാണെന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ 1-ാമത്തെ പരാതിക്കാരുടെ പ്രത്യേകതയും 3-ാമത്തെ പരാതിക്കാരുടെ പ്രത്യേകതയും നമ്മളൊന്ന് ആലോചിച്ചാൽ, 3-ാമത്തെ പരാതിക്കാരി മികച്ച വിദ്യാഭ്യാസമുള്ള ആളും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളുമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന അവരും ഈ കാര്യങ്ങളെപ്പറ്റി അവർക്ക് അവയർനെസ് ഉള്ളവരാണ്. ആ അവയർനെസ് ഉള്ള ആൾ ബലാത്സംഗം നടന്നെങ്കിൽ SHOയ്ക്ക് പരാതി കൊടുത്തതിനും മറ്റുള്ളവരുടെ പരാതി കൊടുത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് പരാതിയായിട്ട് പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 1-ഉം 3-ഉം പരാതികൾ രാഹുൽ മാങ്കൂട്ടം ഏത് സമയം ആ FIR കോഷ് ചെയ്യാൻ വേണ്ടി റദ്ദ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ആ മൊമെൻറ്റിൽ തന്നെ അത് പോയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ സുപ്രീം കോടതി വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാല വിധികളുണ്ടെങ്കിൽ പോലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വിധിയാണിത്. ഈ വിധിയൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല, മാധ്യമങ്ങൾ വാർത്തയായി വരില്ല.
കാരണം അതൊക്കെ അവർ പരോക്ഷമായി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം പറയേണ്ടി വരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണെന്ന് പറയും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണ കൂടും. അതൊന്നും നമുക്ക് സഹിക്കില്ല. ഇനി ഒരിക്കൽ കൂടി രാഹുലിനെ ഒരുപക്ഷെ മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ അതല്ലെങ്കിൽ വേറൊരു പൊസിഷനിലിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരുന്ന ആ ബുദ്ധിമുട്ട് പൊതുജനത്തിന് മനസ്സിലാകത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ രീതിയിലൊരു വിധിയുടെ സുപ്രീം കോടതി ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു. രാഹുലിൻ്റെ കേസിൻ്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ പരോക്ഷമായി ഈ കോടതി ചെല്ലുന്ന സമയത്ത് തന്നെ ഈ കേസിൽ നിന്ന് കോടതിയുടെ വരാന്തയിൽ അതിലെ ഫയൽ ചെയ്യുന്ന സമയത്ത് തൊട്ട് തന്നെ രാഹുൽ ഈ എഫ്ഐആറിൽ നിന്ന് തന്നെ രക്ഷപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. ഇതാണ് രാഹുൽ പറഞ്ഞത്. ഞാൻ ഈ രാജ്യത്തെ നിയമത്തിനും ഭരണഘടനയ്ക്കുമെതിരായ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെയാണ് രാഹുൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പല പ്രാവശ്യവും ഈ രീതിയിൽ തന്നെ ഈ ടോണിൽ തന്നെ പറഞ്ഞു. കാരണം പഠിപ്പിക്കുന്ന പോലെ ഞാൻ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല, സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തെ തൊട്ടിട്ടില്ല എന്നുകൂടി രാഹുൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു.